കർണാടക ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി വി വേണു. സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തുന്നുണ്ടെന്നും വേണു കൊച്ചിയിൽ പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് അവർ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവരുടെ സ്റ്റേറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ റെസ്ക്യൂവിന് ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ളവരെല്ലാവരും അവിടെ നിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. NDRF ഉണ്ട്, അവിടെ SDRF ഉണ്ട്, അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ എക്വിപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ടെക്നോളജി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ റഡാറിൻ്റെ ഒക്കെ സഹായം അവർ തേടിയിട്ടുണ്ട്. നേവിയുടെ എക്സ്പേർട്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വെതർ എത്രത്തോളം അവിടുത്തെ വെതർ പെർമിറ്റിംഗ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞത് നിരന്തരമായി കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു എന്നൊക്കെ സംസ്ഥാന ചീഫ് സെക്രട്ടറി പറയുന്നു. പക്ഷേ കേരളത്തിന് പരിമിതികളുണ്ടല്ലോ, മറ്റൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് അവരോട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനല്ലേ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്ന് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഉത്തരവ് നൽകാനുള്ള അധികാരമൊന്നും മറ്റൊരു സംസ്ഥാന സർക്കാരിനില്ലല്ലോ. സ്വാഭാവികമായും കേരള സർക്കാർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നുള്ള പരാതി കുടുംബത്തിനുണ്ട്. കർണാടകയിലെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അത്ര വേഗത്തിലല്ല എന്നുള്ള ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ ചീഫ് സെക്രട്ടറി പറയുന്ന വാക്കുകളിലൂടെ ഇത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ ശാലിനി? വിനോദ, സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനത്തിനാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഷിരൂരിലെ കാഴ്ചകളിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ആമയിൻചാന്തോട്ടിൽ നടന്നതിന്റെ മറ്റൊരു പതിപ്പ് എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം, പക്ഷേ അത് എത്രത്തോളം കാര്യക്ഷമമാകുന്നു എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് ഉയരുന്നുണ്ട്. കുടുംബം അടക്കമുള്ളവർ അത്തരത്തിലുള്ള ചില പരാതികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് സംസ്ഥാനവും അത്തരത്തിൽ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ്. നിലവിലിപ്പോൾ ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഇതിന്റെ ചുമതല നൽകുകയും വേണ്ട ഇടപെടലുകൾ കൃത്യമായി നടത്താനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുമായും കർണാടകയിലെ അവിടുത്തെ ഷിരൂരിലെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും ഒക്കെ തന്നെ അദ്ദേഹം നേരിട്ട് സംവദിക്കുന്നുണ്ട്, വിവരങ്ങൾ തേടുന്നുണ്ട്, കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ആശങ്കാജനകമായ മണിക്കൂറുകൾ തന്നെയാണ്, പക്ഷേ പ്രതീക്ഷകൾ കൈവിടേണ്ട ഒരു ശുഭവാർത്ത വരും എന്നുള്ള ആ ഒരു വാക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഒപ്പം തന്നെ കർണാടകയിലെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ നേരിട്ടൊരു ഇടപെടൽ നടത്തുന്നുണ്ട്, ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. NDRFന്റെ സീനിയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്, എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, നേവി ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇവരടക്കമുള്ളവരുടെ വിദഗ്ധ സംഘങ്ങൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ പരിശോധനകൾ നടത്തി ഉടൻ തന്നെ അർജുനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷകൾ തന്നെയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെയാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആശങ്കകൾ, വിമർശനങ്ങൾ, പരാതികളൊക്കെ തന്നെ കുടുംബം അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട്. കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ വേണ്ട സമയത്ത് നടത്തിയില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ 4 ദിവസത്തിലധികമായി, ഏകദേശം 5-ാം ദിവസത്തിലേക്ക് ഇത് കടന്നിരിക്കുന്നു. ഒരു മനുഷ്യജീവനാണ്, എത്രത്തോളം അതിനുള്ളിൽ കിടന്ന് അദ്ദേഹത്തിന് സാക്രിഫൈസ് ചെയ്ത് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ആ സമയത്ത് തന്നെയാണ് പരിശോധനകൾ വേഗത്തിലാക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ കുടുംബം അടക്കം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തെ അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുകയാണ്. സംസ്ഥാന പോലീസിന്റെ അടക്കം നിർദ്ദേശത്തോടു കൂടി തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കർണാടകയിലെ ഷിരൂർ ജില്ലയിലേക്ക്, ആ മേഖലയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ MVDയുടെയും കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അത്തരത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെയാണ് ചില കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. വിനോദ.